വെൽക്കം ടു പാൻസാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. റെപ്ലിക്കേഷൻ, DNA റെപ്ലിക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് വരുന്ന ക്ലാസ്സുകളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ യൂക്യാരിയോട്സിലും പ്രോക്യാരിയോട്സിലും ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എൻസൈംസ് ഏതൊക്കെയാണ് അത് നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ പിന്നീടുള്ള ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഓരോന്ന് പറയുമ്പോഴും മനസ്സിലാവുള്ളൂ. സോ യൂക്യാരിയോട്ടിലും പ്രോക്യാരിയോട്ടിലും ആ ഒരു റെപ്ലിക്കേഷൻ്റെ മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്, എന്താണ് റെപ്ലിക്കേഷൻ എന്നുള്ള ഓവർവ്യൂ, ഈ 3 ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും പോർഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിയാൽ മതി. സോ വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സ്ലൈഡാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും. സോ നമുക്ക് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഓവർവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ഒരു റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു DNA റെപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, ഒരു സെല്ല് ഉണ്ടാവും അല്ലെ, കുറേ സെൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഓരോ സെൽസിലും 2 ഐഡൻറ്റിക്കൽ കോപ്പീസ് ഓഫ് DNA, ശരിക്കുള്ള DNAയിൽ നിന്ന് 2 ഐഡൻറ്റിക്കൽ കോപ്പീസ് ഓഫ് DNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് 2 ഉണ്ടാകുക. ഏതൊക്കെ സമയത്ത്, സെൽ ഡിവിഷൻ്റെ സമയത്ത് അല്ലെ, ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ആ 2 സെല്ലിലും ആ ഒരു DNA ആവശ്യമാണല്ലോ. അപ്പം ആ 2 സെല്ലിലേക്കും പോകാൻ വേണ്ടിയിട്ട് അവിടെ DNAയുടെയും ഡിവിഷൻ നടക്കുന്നുണ്ട്. ആ ഒരു സെൽ ഡിവിഷൻ്റെ സമയത്ത് നടക്കുന്ന 2 ഡോട്ടർ സെൽ ഉണ്ടാകുമ്പം അവിടെ അക്യുറേറ്റ് കോപ്പി ആയിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ അവിടെ ആ 2 സെൽസിലും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഈ ഒരു റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് പ്രോസസ്സാണ്. അതായത് നമുക്കൊരു പുതിയ മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ആ ഉണ്ടായ പുതിയ DNA മോളിക്യൂളിൽ ഒരു സ്ട്രാൻഡ് ഒറിജിനൽ പാരന്റൽ സ്ട്രാൻഡും രണ്ടാമത്തെ സ്ട്രാൻഡ് പുതിയൊരു സ്ട്രാൻഡും ആയിരിക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിലൂടെ മനസ്സിലാവും. അപ്പം ഇതാണ് ഒരു സ്ട്രാൻഡ്, DNAയുടെ ഒരു സ്ട്രാൻഡ്, ഇത് രണ്ടാമത്തെ സ്ട്രാൻഡ്. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് 2 സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് മാറും. അതിന് കുറേ എൻസൈംസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ആ പ്രോസസ്സൊക്കെ പറയാനുണ്ട്. ഒന്നാമത്തേത് ഡബിൾ സ്ട്രാൻഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 2 സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് മാറും ചോദിക്കും. ഒരു യെല്ലോ സ്ട്രാൻഡും ഉണ്ട്, ഒരു റെഡ് സ്ട്രാൻഡും ഉണ്ട്. ഇതാണ് ഈ ഒരു സെമി കൺസർവേറ്റീവിൽ ഒന്നാമത്തെ പ്രോസസ്സ്. അതിനുശേഷം ഈ ഒരു ഡിവിഷൻ നടക്കുമ്പം പുതിയ സ്ട്രാൻഡ് ഇതിലേക്ക് ഉണ്ടാകും. കുറേ എൻസൈം, DNA പോളിമറൈസ് എന്നുള്ള പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടെ പുതിയ എൻസൈംസ് ഇവിടെ പുതിയ സ്ട്രാൻഡ് ഇവിടെ ഉണ്ടാകും. അപ്പം ഈ ഒരു യെല്ലോ കളർ ഇവിടെ ഏതാ, പാരന്റൽ സ്ട്രാൻഡ് ആയിരിക്കും. ബ്ലൂ കളർ എന്ന് പറയുന്നത് പുതിയ ഉണ്ടായ സ്ട്രാൻഡ് ആയിരിക്കും. ഇവിടെ ഗ്രീൻ കളർ പുതിയ സ്ട്രാൻഡ് ആയിരിക്കും. അങ്ങനെ പാരന്റൽ DNAയിൽ നിന്ന് 2 ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടായി. ആ ഉണ്ടായ ഡോട്ടർ സ്ട്രാൻഡിൽ ഒന്ന് പാരന്റൽ സ്ട്രാൻഡും ഒന്ന് ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാൻഡും ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നില്ല. നമ്മൾ വരക്കുമ്പോൾ എന്താ, ഇപ്പോൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണ് ഒരു സ്ട്രാൻഡിൽ മാത്രം, ഈ ഒരു പോർഷനിൽ മാത്രമാണ് നടന്ന് പോകുന്നത്. അല്ലാണ്ട് എല്ലാം ഒരുമിച്ച് സ്പ്ലിറ്റ് ആകില്ല കേട്ടോ. ഈ ഒരു സ്ട്രാൻഡ് ഒരു സെഗ്മെന്റ് മാത്രമേ സ്പ്ലിറ്റ് ആയിട്ട് മാറുന്നു. അതിന് കുറേ എൻസൈംസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് ഏതൊക്കെ എൻസൈംസ് ആണ് സഹായിക്കുന്നത് നമുക്ക് ഓവറോൾ ആയിട്ട് പ്രോകാരിയോട്ടിൽ ഏതാണ് യൂക്കാരിയോട്ടിൽ ഏതാണെന്ന് നോക്കാം. അപ്പം DNA റെപ്ലിക്കേഷൻ എൻസൈംസ്, ആദ്യം നമ്മൾ പ്രോകാരിയോട്സിലുള്ള DNA പോളിമറൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോകാരിയോട്സിൽ DNA പോളിമറൈസ് ആണ് ഫസ്റ്റ് എൻസൈം എന്ന് പറയുന്നത്. DNA പോളിമറൈസ് ആണ് കേട്ടോ, മെയിൻ ആയിട്ടുള്ള DNA പോളിമറൈസ്. അത് പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഡിഫറെൻറ്റ് ഫങ്ഷനും ആയിരിക്കും ഓരോന്നിനും. ഓക്കെ, അപ്പം DNA പോളിമറൈസ് എന്ന് വെച്ചാൽ എന്താ, സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ്. ഈ ഒരു DNA പോളിമറൈസ് പ്രോകാരിയോട്സിൽ 3 ടൈപ്പ് ഉണ്ട്. DNA പോളിമറൈസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. സോ ഈ ഒരു പ്രൊകാരിയോട്ടിൽ DNA പോളിമറൈസ് 3 ആണ് പ്രൈമറി എൻസൈം, മെയിൻ ആയിട്ടുള്ള എൻസൈം DNA പോളിമറൈസ് 3 ആണ്. അവയാണ് ആക്ച്വലി DNA റെപ്ലിക്കേഷനെ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള എൻസൈം. ഓക്കെ, DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സഹായിക്കുന്ന മെയിൻ എൻസൈം DNA പോളിമറൈസ് 3 ആണ് ഇൻ പ്രൊകാരിയോട്സ്. അപ്പോൾ അവിടെ 3 പ്രൈമിൽ നിന്ന് 5 പ്രൈമിലേക്കാണ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി. ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ പ്രൈമറിനെ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് 3 പ്രൈമിൽ നിന്ന് 5 പ്രൈമിലേക്കാണ് ആക്ടിവിറ്റി, എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കുക. 5 പ്രൈം. ഓക്കെ, അപ്പോൾ DNA പോളിമറൈസ്
വൺ എന്ന് പറയുന്നത് എന്താ? DNA polymerase 1 ഹെൽപ്പ് ചെയ്യുന്നത് DNA റിപ്പയർ മെക്കാനിസത്തിനും. പിന്നെ നമ്മൾ പ്രൈമർ ആഡ് ചെയ്യുമല്ലോ, അതായത് ഇനീഷ്യേഷന് വേണ്ടിയിട്ട് പ്രൈമർ ആഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൈമറിനെ റിമൂവ് ചെയ്യുക എന്നുള്ള റോളും കൂടിയാണ് ഈ ഒരു DNA polymerase 1 DNA റെപ്ലിക്കേഷനിൽ DNA പോളിമറൈസിന്റെ 1ന്റെ ഫംഗ്ഷൻ പ്രൈമറിനെ റിമൂവ് ചെയ്യലും പിന്നെ അതിന് ശേഷമുള്ള DNA റിപ്പയർ മെക്കാനിസം എല്ലാം ഓക്കെ ആണോ എന്ന് പ്രൂഫ് റീഡ് ചെയ്യുന്ന മെക്കാനിസവും DNA polymerase 1 DNA polymerase 2 എന്ന് പറയുന്നത് DNA റിപ്പയറും എഡിറ്റിങ്ങും. ഇനി DNA റിപ്പയർ, അതായത് എന്തെങ്കിലും അപാകതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യണമല്ലോ, ആ എഡിറ്റ് ചെയ്യാനുള്ള പ്രൈമറി ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് DNA polymerase 2-നാണ്. പക്ഷേ അത് ഏത് സ്ട്രാൻഡിൽ മാത്രമാണ്? ലാഗിങ് സ്ട്രാൻഡിൽ മാത്രമേ അത് നടത്തുന്നുള്ളൂ കേട്ടോ. ലാഗിങ്ങും ഉണ്ട്, ലാഗിങ് സ്ട്രാൻഡ് ലീഡിങ് സ്ട്രാൻഡൊക്കെ ഉണ്ട്. ആ ലാഗിങ് സ്ട്രാൻഡിൽ മാത്രമാണ് ഈ ഒരു DNA polymerase 2 എഡിറ്റിങ്ങും റിപ്പയറും നടത്തുന്നത്. അപ്പോൾ ഇതാണ് DNA polymerase in prokaryotes. ഇനി DNA polymerase in eukaryotes എന്ന് പറയുന്നത് മെയിൻലി 4 ടൈപ്സ് ആണുള്ളത്. DNA polymerase ആൽഫ, ഡെൽറ്റ, എപ്സിലോൺ, ഗാമ. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആൽഫ. DNA polymerase ആൽഫ എന്ന് പറയുന്നത് DNA സിന്തസൈസ് നടത്തണം. അതായത് നമ്മളൊരു DNA സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു DNA ടെംപ്ലേറ്റ് ഉണ്ടായി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RNA ടെംപ്ലേറ്റ് ഉണ്ടാവണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനീഷ്യേഷൻ പ്രൈമറിനെ ആഡ് ചെയ്ത് ഇനീഷ്യേഷൻ നടത്തണമെങ്കിൽ ഈ ഒരു DNA polymerase ആൽഫ വേണം. ഓക്കെ, DNA polymerase ഡെൽറ്റയും എപ്സിലോണും നടത്തിയ ഫംഗ്ഷനിലേക്ക്, അതായത് ഈ ഒരു സിന്തസിസ് DNA-യുടെ സിന്തസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് DNA ആൽഫ. ഇനി ഡെൽറ്റ എന്ന് പറയുന്നത് ലാഗിങ് സ്ട്രാൻഡിനെ പോളിമറൈസ് ചെയ്യുന്ന എൻസൈം. ഓക്കെ, ലാഗിങ് സ്ട്രാൻഡിനെ പോളിമറൈസ് ചെയ്യുന്ന എൻസൈം. ഓക്കെ, അപ്പോൾ DNA polymerase ഡെൽറ്റയ്ക്ക് ലാഗിങ് സ്ട്രാൻഡിലേക്ക് പോളിമറൈസ് ചെയ്യാനും അതുകൂടാതെ 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അവർ DNA സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ന്യൂക്ലിയോടൈഡ്സിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അതായത് എവിടെയെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ പ്രൂഫ് റീഡ് ചെയ്യണ്ടേ, എഡിറ്റ് ചെയ്യണ്ടേ, അതിന് സഹായിക്കുന്ന ആക്ടിവിറ്റിയാണ് എക്സോന്യൂക്ലിയസ്. അപ്പോൾ 2 ആക്ടിവിറ്റിയും DNA polymerase ഡെൽറ്റയ്ക്ക് ഉണ്ട്. Then DNA polymerase epsilon എന്ന് പറയുന്നത് ലീഡിങ് സ്ട്രാൻഡിനെ പോളിമറൈസ് ചെയ്യുക. ലീഡിങ് സ്ട്രാൻഡിനെ പോളിമറൈസ് ചെയ്യുന്നതും DNA റിപ്പയർ മെക്കാനിസത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then DNA polymerase ഗാമ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയൽ DNA റെപ്ലിക്കേഷൻ ഇല്ലേ, നമ്മൾ ന്യൂക്ലിയസിലും ഉണ്ട്, മൈറ്റോകോൺട്രിയലും DNA ഉണ്ട്. ആ മൈറ്റോകോൺട്രിയൽ DNAയുടെ റെപ്ലിക്കേഷനെ സഹായിക്കുന്ന ആളാണ് DNA polymerase ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂക്കാരിയോട്ടിൽ ഇനീഷ്യേഷൻ നടത്തുന്നത് ആൽഫയും, ലാഗിങ് സ്ട്രാൻഡിന്റെ പോളിമറൈസേഷൻ ഡെൽറ്റ, ലീഡിങ് സ്ട്രാൻഡ് എപ്സിലോൺ, മൈറ്റോകോൺട്രിയൽ DNA ആണ് ഗാമ. സോ അതുകൂടാതെ ഡെൽറ്റയ്ക്ക് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് DNA പോളിമറൈസ് എന്ന് പറയുന്ന ഒന്നാമത്തെ എൻസൈം രണ്ടെണ്ണത്തിലും. ദെൻ ബാക്കിയുള്ള എൻസൈംസ് രണ്ടാമത്തേതാണ് ലിഗേസ്. ലിഗേസ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് പറഞ്ഞില്ലേ, ലാഗിങ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസും ആയിട്ടുള്ള സ്ട്രാൻഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോസസ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഓരോ ഫ്രാഗ്മെന്റ്സിനെയും നമുക്ക് ജോയിന്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡ് ആക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്ലൂ, ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ഗ്ലൂ ആണ് ലിഗേസ് എന്ന് പറയുന്നത്. ഓക്കെ, ലിഗേസ് എന്ന് പറയുമ്പോൾ ജോയിൻ ടുഗദർ ആണ്. ദെൻ മൂന്നാമത്തത് സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ. അതായത് നമ്മൾ DNA സ്ട്രാൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്ത് 2 സ്ട്രാൻഡായിട്ട് മാറുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ 2 സ്ട്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ചില എൻസൈംസ് വന്ന് ബൈൻഡ് ചെയ്യും. ആ എൻസൈമാണ് സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ. ആ 2 സിംഗിൾ സ്ട്രാൻഡിലും വന്ന് ബൈൻഡ് ചെയ്താൽ, അതായത് ആ സിംഗിൾ സ്ട്രാൻഡായിട്ട് സെപ്പറേറ്റ് ചെയ്ത സ്ട്രാൻഡ് പിന്നെയും തിരിച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, റീആനലൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടീൻസ് നമ്മൾ ആ ഒരു പ്രൂഫ് റീഡിങ്ങും പുതിയ സ്ട്രാൻഡൊക്കെ ഉണ്ടാകണമല്ലേ, ആ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തമ്മിൽ ബൈൻഡ് ചെയ്യാൻ പാടില്ല, തിരിച്ച് ബൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ. ദ നെക്സ്റ്റ് വൺ ടോപ്പോ ഐസോമറേസ് ആണ്. അതായത് ലാസ്റ്റ് നമ്മൾ റെപ്ലിക്കേഷൻ റിലീവ്സ് ദ ടെൻഷൻ ക്രിയേറ്റഡ് ബൈ ദ അൺബൈൻഡിങ് ഓഫ് DNA ഡബിൾ ഹെലിക്സ് പ്രിവെന്റിങ് ദ സൂപ്പർ കോയിലിംഗ്. ഓക്കെ, അപ്പം DNA-യുടെ കോയിലിംഗ് എന്താണ്, സൂപ്പർ കോയിലിംഗ് എന്താണെന്ന് കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എടുക്കുമ്പം ടോപ്പോ ഐസോമറേസും അതിൻ്റെ 2 ടൈപ്സും ഏതൊക്കെയാണെന്ന് എടുക്കുന്നതായിരിക്കും. സോ ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെലിക്കേസ് എൻസൈം ആണ്. ഹെലിക്കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ സ്ട്രാൻഡ് ഉണ്ടല്ലോ, ആ ഡബിൾ സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ, അൺവൈൻഡ് ചെയ്യാൻ, അതായത് 2 വൈൻഡ് ചെയ്തിട്ടുള്ള
രണ്ട് സ്ട്രാൻഡ് ഉണ്ടാവും പാരന്റൽ DNA-ക്ക്. ആ ബൈൻഡിനെ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ സ്ട്രാൻഡാക്കി മാറ്റാൻ, രണ്ട് സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇനീഷ്യേഷൻ, അതായത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യണം, അതിന് സഹായിക്കുന്ന ആളാണ് ഹെലിക്കേസ്. ഹെലിക്കേസ് എന്ന് പറയുന്നത് ഒരു കത്രികയാണ് അല്ലേ. ഹെലിക്കേസ് കത്രികയും ലിഗേസ് ഗ്ലൂ ആണ്. ദെൻ പ്രൈമേസ്. പ്രൈമേസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ DNA പോളിമറൈസിന് ആക്ടിവിറ്റി നടത്തണമെങ്കിൽ അവിടെ ഒരു ഷോർട്ട് പ്രൈമറിനെ ആഡ് ചെയ്യണം. ഒരു RNA പ്രൈമർ ആയിരിക്കും നമ്മുടെ DNA സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA പ്രൈമർ അവിടെ ആഡ് ചെയ്യും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എൻസൈംസ് എന്ന് പറയുന്നത്. then നമുക്ക് പ്രൊകാരിയോട്ടിലും യൂകാരിയോട്ടിലും ഉള്ള ഒരു കമ്പാരിസൺ, ഒരു ഓവറോൾ കമ്പാരിസൺ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ലൊക്കേഷൻ ആണ്. പ്രൊകാരിയോട്ടിൽ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്, യൂകാരിയോട്സിൽ അത് ന്യൂക്ലിയസിലാണ്. then ഈ ഒരു റെപ്ലിക്കേഷന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ പ്രൊകാരിയോട്സിലായിരിക്കും കൂടുതൽ. ഒരു സെക്കൻഡിൽ 2000 ബേസ് പെയർസ് വരെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൊകാരിയോട്ടിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യൂകാരിയോട്ടിൽ ആ ഒരു റെപ്ലിക്കേഷൻ ഒരു 100 ബേസ് പെയർ മാത്രമേ ഒരു സെക്കൻഡിൽ അവർക്ക് വൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ സ്ലോവർ ആണ്. then origin of replication, അതായത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആർക്കുണ്ടാവും? യൂകാരിയോട്സിൽ മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവും ഒരു ക്രോമസോമിന്. പക്ഷേങ്കിൽ പ്രൊകാരിയോട്ടിൽ സിംഗിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ളൂ. then പ്രൊകാരിയോട്ടിൽ നമുക്കറിയാം സർക്കുലാറും ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലാർ DNA ആണ്. ഓക്കെ, യൂകാരിയോട്ട് ലീനിയർ ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. then പ്രൈമർലി എൻസൈം ഏതാ? DNA പോളിമറൈസ് 1ഉം 3ഉം ആണ് പ്രൊകാരിയോട്സിൽ. പക്ഷേങ്കിൽ ഇവിടെ പ്രൈമറി എൻസൈംസ് പറയുന്നത് DNA ആൽഫ, ഡെൽറ്റ, എപ്സിലോൺ, ഓക്കെ, ഗാമ, ഇതൊക്കെയാണ് ഈ ഒരു യൂകാരിയോട്ടിൽ വരുമ്പോൾ ഉള്ളത്. then ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് രണ്ടിലും ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊകാരിയോട്ടിലുള്ള ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ലാർജ് ആണ്. ഒരു 2000 ന്യൂക്ലിയോടൈഡ് വരെ ലെങ്ത് ഉള്ള ലാർജ് ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ആവശ്യമാണ്, പ്രോസസ്സ് ആവശ്യമാണ് പ്രൊകാരിയോട്സിൽ. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് യൂകാരിയോട്സിൽ 200 എണ്ണം മാത്രമേ ഉള്ളൂ. then ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് റെപ്ലിക്കേഷൻ ടെർമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ടെർമിനേഷനും ഒക്കേഴ്സ് വെൻ റെപ്ലിക്കേഷൻ ഫോർക്ക് മീറ്റ്സ് ഓർ അറ്റ് ദ എൻഡ് ഓഫ് ക്രോമസോം. ക്രോമസോമിന്റെ എൻഡിലായിരിക്കും യൂകാരിയോട്സിൽ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്ത പാടും ആ ഒരു റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആകും. then പ്രൊകാരിയോട്സിലെ എക്സാമ്പിൾ E. ആണ്. ഹ്യൂമൻസിൽ യൂകാരിയോട്സിലെ ഹ്യൂമൻസും ഉണ്ട്, ഈസ്റ്റും ഉണ്ട്. സോ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് റെപ്ലിക്കേഷൻ ഉള്ളത്. ഇനി ഓരോന്നും DNA-യിലുള്ള റെപ്ലിക്കേഷൻ, ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, ഈ 3 പ്രോസസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് ഇടും. പ്രൊകാരിയോട്സിന്റെയും യൂകാരിയോട്സിനും കമ്പാരിസൺ ഒക്കെ കഴിഞ്ഞു. സോ ഇത്രയാണ് ഈ ഒരു റെപ്ലിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു.